എൻ വാസുവിൽ എത്തി നിൽക്കുകയാണ് ഇപ്പം അന്വേഷണം. അറസ്റ്റ്. പത്മകുമാർ അറസ്റ്റിലാവും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പത്മകുമാർ പിടികൊടുക്കാതെ ഇങ്ങനെ വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനാരോഗ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പത്മകുമാർ എന്തായാലും അറസ്റ്റിലാവും. പക്ഷേ അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ ശ്രീ ജോ ജോസഫ് അന്വേഷണം? ഇപ്പോൾ വാസുവും പത്മകുമാറും ഒക്കെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത അല്ലെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ചിലരൊക്കെ ഉന്നതങ്ങളിൽ ഇരിക്കുകയല്ലേ ഇപ്പോഴും? അവർ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതല്ലേ? എൻ്റെ കണക്കിന് തീർച്ചയായിട്ടും വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടം കൊണ്ടൊന്നും തീരില്ല. ഇനി പത്മകുമാർ വന്നു കഴിഞ്ഞാൽ പ്രശാന്തിലേക്ക് വരും. അവിടുത്തെ ദേവസ്വത്തിൻ്റെ ബോർഡ് മെമ്പേഴ്സുണ്ട്, അവരെല്ലാം പ്രതിസ്ഥാനത്ത് തീർച്ചയായിട്ടും വരും. പക്ഷേ ഇപ്പം നമ്മുടെ മഹേഷ് പണിക്കർ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം. അദ്ദേഹം പ്രഭാമണ്ഡലം അല്ലെങ്കിൽ തോരണം പോലെയുള്ള സാധനം അതേപ്പറ്റി പറഞ്ഞു. യഥാർത്ഥത്തിൽ 1998 ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ സ്വർണം പൊതിയുകയോ അല്ല സ്വർണം അവിടെ പൂശുകയോ ചെയ്ത 8 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് ശ്രീകോവിലിലെ മേൽക്കൂര, മറന്നു പോകരുത്, ഞാനത് കണക്കങ്ങോട്ട് തരാം. പ്രധാന വാതിൽ, ഇരുവശത്തുമുള്ള ചിത്ര തകിടിൽ, പിന്നെ ചുറ്റുമുള്ള തൂണുകളിൽ, പിന്നെ 3 കലശങ്ങളുണ്ട്, അതിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. 4 വശത്തും ആനയുടെ രൂപമുണ്ട്. അത് ആ രൂപം ആനയുടെ രൂപം കൊത്തിയ തകിട്, അത് സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 കർണകൂടം സ്വർണം പൊതിഞ്ഞതാണ്. നേരത്തെ പറഞ്ഞു പണിക്കർ പറഞ്ഞു വഞ്ചി അല്ലെ ഭണ്ഡാരം. ഇങ്ങനെ 8 സ്ഥലത്ത് അന്ന് വിജയമല്യ കൊടുത്ത സ്വർണം അത് പൊതിയുകയും പൂശുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 30 കിലോയോളം ആണ് പൊതിഞ്ഞതെന്ന് പറയുന്നു. അത്രയും പൊതിഞ്ഞില്ലെങ്കിൽ ബാക്കി സ്വർണ്ണം എവിടെയെന്നുള്ളത് SIT ഇപ്പം ചോദിക്കണം അവരുടെ അടുത്ത്. മറ്റൊന്ന്, ഇത് 1998-99 തുടക്കം. കള്ളന്മാർ ഇത്ര 30 കിലോ സ്വർണം അവിടെ ഇരിക്കുന്നത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇനി 2009 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2009 ഒരു 3 സ്ഥലത്ത് കന്നിമൂല ഗണപതിയുടെ അവിടെ സ്വർണം പൊതിഞ്ഞു. മാളികപ്പുറം ക്ഷേത്രത്തിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. നാഗരാജാവ് ഇരിപ്പുണ്ട്, അവിടെയും പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 സ്ഥലത്ത് 2009 സ്വർണം പൊതിഞ്ഞത്. ഇനി നമുക്ക് പറയാം, ഇനി നേരത്തെ പണിക്കർ പറഞ്ഞ പോലെ കൊടിമരം 2017 സ്വർണം പൊതിയുന്നത്. അദ്ദേഹം 10 കിലോ, ഞാൻ കൃത്യം പറയാം, 9 കിലോ 161 കിലോ, 9.161 കിലോഗ്രാം. അന്നത്തെ ചിലവ് 3.21 കോടിയാണ് അതിൻ്റെ ചിലവ്. 17 അത് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുകാരാണ് അത് ചെയ്തത്. അപ്പോൾ 2017 കൃത്യമാണത്. 9 കിലോ 10 കിലോ അടുത്താണത്. ഇനി നമ്മൾ 2019 വരട്ടെ. അവിടെ പള്ളിക്കത്തോടുള്ള CK കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശി വാതിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ഗുരുവായൂരുള്ള ഒരു നന്ദൻ, ഈ കൂടെ ശബരിമലയ്ക്ക് തടി വേണം, കാരണം വാതിലിനെ മറ്റേത് അത് ഇവരുടെയൊക്കെ വീട് പണിയാനാണെന്ന്. ഇപ്പോൾ 80 കുബിക്കടി തേക്ക് തടി ഒരിടത്ത് കാര്യം മുമ്പേ പറയുന്നത് കേട്ടു. ഇതൊക്കെ ശബരിമല അയ്യപ്പൻ്റെ പുറത്ത് ചാരിക്കൊണ്ട് ഇവരെല്ലാവരും വീട് പണിയാനാണ് അത്രയും തടി എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. അവിടെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഗതികൾ അവിടെ നടന്നിട്ടുണ്ട്. കാരണം അതെ, എല്ലാവരുടെയും വീടുണ്ട്, നമ്മൾ ഓരോരുത്തരെ പരിശോധിച്ചോളൂ, അവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ട്. ഈ തടി അവിടെ എല്ലാം വന്നത് അത് ശബരിമലയുടെ പേരിൽ വാങ്ങിക്കുന്ന തടികളാണ് ഇതെല്ലാം. അതുപോലെ 18-ാം പടി നമുക്കറിയാം, അത് പഞ്ചലോകമാണ് 18-ാം പടി. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അവിടെ 1-2 പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അതുകൂടാതെ ശബരിമലയിൽ ഇത്രയും സ്വർണ്ണം ഉണ്ട്. അത് 30 കിലോ വിജയമല്യ, പിന്നെ 10 കിലോ, അപ്പോൾ 40 കിലോ ആയില്ല. 10 കിലോ നമുക്ക് കൊടിമരത്തിന് 40 കിലോ കണ്ടാൽ ഇവർക്ക് ഉറക്കം വരില്ല എന്ന് അവിടുന്ന് അടിച്ചു മാറ്റും. അത്
അതിനല്ലേ ഈ പാർട്ടിയൊക്കെ സ്വാധീനിച്ച് ഓരോ മഹാന്മാരും അവിടെ വന്ന് കയറുന്നത്. അതേതായാലും ഹൈക്കോടതിയുടെ ഇടപെടുകൊണ്ട് നമുക്ക് ഭാഗ്യത്തിന് ആ ഒരു സംഭവത്തിലേക്ക് 98-99 ശേഷമുള്ള മുഴുവൻ സ്വർണവും അവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഹൈക്കോടതി ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു വിദേശത്തുള്ള നമ്മുടെ ഇവിടുത്തെ പുരാതന ആർട്ടും അതുപോലെ ബിംബങ്ങളും എല്ലാം കടത്തുന്ന ഒരാളുടെ അമേരിക്കയിലെ ഒരുത്തൻ്റെ അങ്ങോട്ട് ഇത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒറിജിനൽ സാധനത്തിന് കോടാനുകോടി രൂപ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് എസ് ഐ ടി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ഒരു സ്പെസിഫിക് പീരീഡിലുള്ള കാര്യത്തെപ്പറ്റി മാത്രമാണ് അന്വേഷിക്കുന്നത്. പക്ഷേ അത് അന്വേഷിച്ചപ്പോഴാണ് ഇത്ര വാസ്റ്റായ ഏരിയയിൽ ആ സ്വർണം തട്ടിപ്പ് നടന്നിരിക്കുന്നത് 98 മുതൽ. അപ്പോൾ അതിനി അടുത്ത തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ എസ് ഐ ടി പോലെ തന്നെ അവരോട് ചേർന്നോ അല്ലെങ്കിൽ അവരെ തന്നെ ഏൽപ്പിക്കണം. ഇതിൻ്റെ ചാർജ് ഷീറ്റ് ഒരു 30 ദിവസത്തിനകം കൊടുക്കും. ഈ ഒരു സ്പെസിഫിക് പീരീഡിൽ മാത്രമാണ് ഹൈക്കോടതി അത് ദർശിച്ചത്. അതുകൊണ്ടാണ് അതേപ്പറ്റിയുള്ള കൃത്യമായ ഓർഡർ വന്നത്. അപ്പോൾ ആ ഏരിയയിലുള്ളവരെ ഇവരെ ഇനിയിപ്പം പത്മകുമാറിനെയും അതുപോലെ പ്രശാന്തിനെയും കൂടെ അറസ്റ്റ് ചെയ്ത് പിന്നെ അവിടെ ജയശ്രീ എന്ന് പറഞ്ഞാൽ അവരെ തീർച്ചയായിട്ടും അവർ വൃക്കയുടെ എന്തോ ഓപ്പറേഷൻ നടത്തിയ സ്ത്രീയാണെന്ന് പറയുന്നത്. എന്തായാലും അവരെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അവരുടെ ജാമ്യമൊക്കെ നിഷേധിച്ചു കഴിഞ്ഞു. അവർക്ക് ജാമ്യാവശ്യത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കില്ല. തീർച്ചയായിട്ടും അവർക്ക് സബ് ജയിലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ എങ്ങാനും അഡ്മിറ്റ് ചെയ്യാം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. പക്ഷേ ഇനി പത്മകുമാർ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശാന്തിലേക്ക് വന്നേ പറ്റുള്ളൂ. ഇതൊരു 120B ഗൂഢാലോചനയാണ്. ഇത് ആരാണ് ഇതിൻ്റെ ഗോഡ് ഫാദർ എന്നുള്ളതിൻ്റെ കാര്യം സംശയമില്ല. വാസു തന്നെയാണെന്നാണ് ഇതുവരെ വേറൊരാളില്ല. വാസുവിൻ്റെ നോമിനി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിന് മാറ്റമില്ല. അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ പല സ്പോൺസർമാരിന് കണക്കില്ല. പല ആൾക്കാരും ശബരിമല അയ്യപ്പൻ്റെ അവർ പറഞ്ഞാൽ പോറ്റി പറഞ്ഞാലും അവിടുത്തെ ആരെങ്കിലും പറഞ്ഞ ഒരു കട്ടലപ്പടി സ്വർണം പൂശി തരണമെന്ന് പറഞ്ഞാൽ ഒരു എന്ന് ഞാൻ കരുതുന്നില്ല. വാസുവിനെ കൊണ്ട് ചെയ്യിച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ. നോക്കൂ, നമുക്കറിയാലോ ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് ശിവശങ്കറാണ് ക്രൂശിക്കപ്പെട്ടതല്ലേ. ശിവശങ്കർ സ്വന്തം നിലക്ക് അത് ചെയ്യില്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. ശിവശങ്കർ ആരുടെ നിർദ്ദേശം അക്ഷരംപതി അനുസരിച്ചു എന്ന് നമുക്ക് അറിയാമല്ലോ. അതുപോലെ ഇവിടെ ഉന്നതങ്ങളിൽ നിന്നുള്ളൊരു ഇടപെടൽ ഇല്ലാതെ വാസുവും വാസുവിൻ്റെ കൂട്ടാളികളും ഇത് ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. ഇല്ല, അതിലോട്ട് വരട്ടെ. നമ്മൾക്ക് ഇപ്പോഴത്തെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത് വാസുവിൻ്റെ ബ്രെയിനാണ്. കാരണം 2019 മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് 2017 കിടപ്പുണ്ട്. ആ കൊടിമരത്തിൻ്റെ അവിടെ ആ പ്രശ്നം, ആ കൊടിമരം ഇനി പരിശോധിക്കണമല്ലോ. അതിലോട്ടൊന്നും വന്നിട്ടില്ല അന്വേഷണം. അതിലെന്തുമാത്രം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതുപോലെ ഇത് 40 കിലോ സ്വർണത്തിൻ്റെ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. കൊടിമരത്തിൻ്റെ 10 കിലോയും ഇവിടുത്തെ 30 കിലോ, 40 കിലോ സ്വർണം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാലും രാവും പാലും ഇരുന്ന് അതിന് തന്ത്രം മെനഞ്ഞ് സാധനം അടിച്ചുകൊണ്ട് പോകുന്നേ. അങ്ങനെ പോയി കഴിഞ്ഞല്ലോ. അത് തന്നെ ഇതിൻ്റെ ഒറിജിനൽ സാലി ഇന്ത്യ വിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയാണെങ്കിൽ ആ മാറ്റിയ സാധനം 2019 ഞാൻ നേരത്തെ പറഞ്ഞ ആൾ ഉൾപ്പെടെയുള്ളവർ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അവിടെ സ്റ്റോറിൽ കാണണ്ടേ? അതുണ്ടാവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൽ ഈ FIR-ൽ ഞാൻ, കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, ഈ FIR-ൽ റോബറി മെൻഷൻ ചെയ്തിട്ടില്ലേ? ഇപ്പം ബ്രീച്ച് ഓഫ് ട്രസ്റ്റും അതുപോലെ ക്രിമിനൽ കോൺസ്പിറസിയും കാണുന്നുണ്ട്. റോബറി ഇല്ലേ? റോബറിയല്ലേ പ്രധാനപ്പെട്ട കുറ്റം? അതില്ലേ? അതിലൊരു ക്ലാരിറ്റി വരുത്തണം. FIR-ൽ റോബറി മെൻഷൻ ചെയ്തിട്ടില്ലേ? അത് റോബറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വയലൻസ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ റോബറി വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, അതിനകത്ത് തെഫ്റ്റ് വരും. ഇതൊരു മോഷണമല്ലേ? ഇത് പിടിച്ചു പറിച്ചല്ലോ, അവർ തട്ടിക്കൊണ്ട് പോയതുമല്ല. മോഷണത്തെ കള്ളന്മാർ തെഫ്റ്റുണ്ടോ? മോഷണക്കുറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലില്ല, തെഫ്റ്റ് വരുമല്ലോ തീർച്ചയായിട്ടും. മോഷണം പിന്നെ അവിടുത്തെ സാധനം കടത്തിക്കൊണ്ടുപോയ മോഷണമല്ലേ? അത് ചീറ്റിങ് വേറെ ലെവലിലാണ്. ചീറ്റ് എന്ന് പറഞ്ഞാൽ അത് മോഷണിച്ച് ഒറിജിനൽ സാധനം മോഷിച്ചുകൊണ്ട് പോയിട്ട് അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ കൊണ്ട് വെക്കുകയില്ലേ? അപ്പോൾ അത് മോഷണമല്ലേ? അപ്പോൾ അത് തെഫ്റ്റാണ്. ഒറിജിനൽ സാധനം മോഷിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് വരും. അതിൻ്റെ കുറ്റച്ചാർജിനകത്ത് മോഷണം വരും. അതുപോലെ ഇതുപോലെ പിടിച്ചുപറിയും മറ്റേത് മറിച്ചതൊന്നുമല്ല, മോഷണം വരും. മിസ്അപ്രോപ്രിയേഷൻ എന്നൊരു വാക്കുണ്ട്. സർക്കാരിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തിലെ പൊതുമുതൽ ഒരാൾ തട്ടിയെടുക്കുന്നെങ്കിൽ അത് മിസ്അപ്രോപ്രിയേഷൻ്റെ വരും. 420 ചീറ്റിങ് വേറെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത ഇപ്പം കണ്ടത്, ഇതിനകത്ത്
ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ആൾക്കാരും സ്വർണത്തിൻ്റെ പങ്ക് കൈ വാങ്ങിക്കത്തില്ല, ക്യാഷായിട്ടേ വാങ്ങുകയുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും മറ്റുള്ള ആൾക്കാരും ഒക്കെ സ്വർണം കൊണ്ടുപോയി വിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പണമായിട്ട് വരുമ്പം അത് ക്യാഷ് ആൻഡ് കൈൻഡ് ഉണ്ട്. അത് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം വിദേശ രാജ്യങ്ങളിൽ കുറേ അധികം ദേവസ്വം ബോർഡ് അംഗങ്ങൾ പോയിട്ടുണ്ട്. ആരൊക്കെയാണ് പോയിരിക്കുന്നത്? അതിന് ദേവസ്വം ബോർഡ് മന്ത്രിമാർ പോയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പോൾ അതുപോലെ അയാളുടെ ചിലവിൽ വിദേശ രാജ്യങ്ങളൊക്കെ കറങ്ങിയ ധാരാളം പേരുണ്ട്. അവരൊക്കെ ഈ ദേവൻ്റെ അവിടുന്ന് മോഷ്ടിച്ച സ്വർണത്തിൻ്റെ പങ്ക് പറ്റിയവരാണ്, ആ ക്യാഷ് പറ്റിയവരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ED വരുന്നതെന്ന് പറയുന്നത്. കാരണം EDക്ക് ഇതിനകത്ത് റോളില്ലെങ്കിലും ഈ മണി ട്രാൻസാക്ഷന് വിദേശ ഫണ്ടുകൾ ഉൾപ്പെടെ വന്നിട്ടുള്ളത് കൊണ്ട് ED തീർച്ചയായിട്ടും അതിനകത്ത് വരും. അതുപോലെ വേറൊരു നീക്കം നടന്നത്, ഇതിനകത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ശമ്പളം വാങ്ങുന്നവരും പെൻഷൻ വാങ്ങുന്നവരും ഒക്കെയാണ് ദേവസ്വം ബോർഡിലുള്ളവർ. അവർ എന്ത് ചെയ്തു? അവർ ഈ ഒരു സംഭവത്തിൽ ചില പണം അവിടുന്ന് തട്ടിയെടുത്ത് മാറ്റിയതിൻ്റെ വീതം വാങ്ങിക്കുന്നത് മിസ്കോണ്ടക്റ്റായി. അത് PC ആക്ടിനകത്ത് വരും, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ്റെ അകത്ത് വരും. അതുകൊണ്ടാണ് വിജിലൻസിലോട്ട് കേസ് കുറേ പോവും. കാരണം ഈ ക്യാഷ് വാങ്ങിച്ചതെല്ലാം ഈ അവിടുന്ന് അടിച്ചു മാറ്റിയ സാധനം വിറ്റ് അതിൻ്റെ പണം ഇവർ കൈപ്പറ്റിയിരിക്കുന്നത് നേരിട്ടോ ക്യാഷായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ കൂടെയോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് കറങ്ങി വരികയോ ചെയ്തിട്ടുണ്ട്. അന്നേരം ED രംഗത്ത് വരണതല്ലേ പറ്റുള്ളൂ. അപ്പോൾ ED രംഗത്ത് വരട്ടെ, അതുപോലെ വിജിലൻസ് രംഗത്ത് വരട്ടെ. കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി പോലെ വാങ്ങിച്ച്, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൃത്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് അവസാനം ഇതിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കുമ്പോഴാണ് അതിനകത്ത് തെഫ്റ്റ് വരുന്നത്. അത് റോബറി ഡക്കോയിറ്റ് ഒന്നും വരത്തില്ല, തെഫ്റ്റ് വരും, മിസ്അപ്രോപ്രിയേഷൻ വരും, 120B ഗൂഢാലോചന വരും, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വരും. ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അതൊക്കെ നല്ല എവിഡൻസ് ഉള്ള കേസുകളാണ്. അതുകൊണ്ട് SITയുടെ അന്വേഷണം ഈ ഹൈക്കോടതി ഒരു ടൈം ലിമിറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് കൂടുതൽ വന്നിരിക്കുന്നത്. എന്നാലും അവർ തൃപ്തികരമായ രീതിയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ അന്വേഷണം പൂർത്തിയാക്കി 30 ദിവസം ചാർജ് കൊടുക്കുമ്പം ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുകയാണ്. 98 മുതലുള്ള തട്ടിപ്പുകൾ കിടക്കുകയാണ്. അതിന് ഹൈക്കോടതി അവിടുത്തെ രജിസ്ട്രിയിൽ വീണ്ടും കേസെടുക്കാനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കേസ് വരും. ആ കേസിനകത്ത് പുതിയ ഓഫീസർമാരോ അല്ലെങ്കിൽ SIT തന്നെ ബാക്കിയൂടെ അന്വേഷിക്കാൻ ഹൈക്കോടതി ഡയറക്ഷൻ വരും എന്നാണ് ഞാൻ കരുതുന്നത്.